എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ചായക്കട പലഹാരമായ പപ്പടവടയാണ്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ട് പപ്പടവട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ പപ്പടം എടുക്കുമ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇതുപോലെയുള്ള പപ്പടം ഒരു 15 മുതൽ അരമണിക്കൂർ വരെ ഒന്ന് വെയിലത്ത് വെക്കാം. വെയിലിൻ്റെ ചൂടനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരും. ഇത് ഞാൻ 20 മിനിറ്റ് വെയിലത്ത് വെച്ചെടുത്ത പപ്പടമാണ്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്റ്റിഫായിട്ട് കിട്ടിയാൽ മതി. ഒരുപാട് ഉണങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പപ്പടം പൊടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പപ്പടവടയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ അടി പരന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ പാക്കറ്റിലൊക്കെ കിട്ടുന്ന അരിപ്പൊടി. വറക്കാത്ത പച്ച അരിപ്പൊടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. 1/2 കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. 1/2 കപ്പ് അരിപ്പൊടി കൊണ്ട് 10 മുതൽ 12 വരെ പപ്പടവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാം. പപ്പടവട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇവിടെ ചേർത്തിരിക്കുന്നത് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ്. 3/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 3/4 ടീസ്പൂൺ ജീരകമാണ്. നമ്മൾ സാധാരണ കറിക്കൊക്കെ ചേർക്കുന്ന ജീരകം. അടുത്തതായിട്ട് 1 നുള്ള പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പപ്പടത്തിന് നല്ല ഉപ്പുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ കറുത്ത എള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ പപ്പടവടയ്ക്കുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. പച്ച അരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യം വരികയില്ല. വെള്ളം ചേർക്കുമ്പോൾ കുറേശ്ശെയായിട്ട് ചേർക്കുക. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാറ്ററിൻ്റെ പാകം മനസ്സിലാകും. വെള്ളം വല്ലാതെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പപ്പടത്തിൽ മാവ് പിടിക്കാതെ മുഴുവൻ ഒഴുകിപ്പോകും. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പപ്പടത്തിൽ മുഴുവൻ ഈ മാവ് കട്ട പിടിച്ച് ഇരിക്കും. അന്നേരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടില്ല. 1-2 പപ്പടവട ഉണ്ടാക്കുമ്പോൾ ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാകും. അതിനനുസരിച്ച് വെള്ളത്തിലോ മാവിലോ മാറ്റം വരുത്തിയാൽ മതി. പപ്പടം ഓരോന്നായിട്ട് മാവിൽ മുക്കി എണ്ണ ചൂടാകുമ്പോൾ അതിലിട്ട് വറുത്ത് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം പപ്പടം ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. 1 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് പപ്പടം ഇതുപോലെ മുകളിലോട്ട് പൊങ്ങി വരും. ആ സമയത്ത് സ്പൂൺ കൊണ്ട് കുറച്ച് എണ്ണ കോരി ഇതിന് മുകളിലേക്ക് ഒഴിക്കാം. അങ്ങനെ ചെയ്യുമ്പോഴേക്ക് പപ്പടത്തിൻ്റെ മുകളിലെ മാവൊക്കെ ഒന്ന് വെന്ത് വരും. ആ സമയത്ത് സ്പൂൺ ഉപയോഗിച്ച് താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പപ്പടവട ഒന്ന് സ്റ്റിഫായിട്ട് വരാൻ തുടങ്ങുമ്പോഴേക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം. വളരെ കട്ടി കുറഞ്ഞൊരു സ്നാക്ക് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഇത് കുക്കായിട്ട് വരും. ഒരുപാട് സമയം ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സമയം വറുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനനുസരിച്ച് നോക്കി വേണം ചെയ്തെടുക്കാൻ. ഇവിടെ ഇപ്പോൾ നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള പപ്പടവട റെഡി ആയിട്ടുണ്ട്. പപ്പടവട ഉണ്ടാക്കാൻ അറിയാത്തവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പപ്പടവട ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ പപ്പടവടയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.